എന്താ CPM ഈ മന്ത്രിയെ മത്സരിപ്പിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? പിണറായി വിജയൻ ഈ തുടർ ഭരണം കിട്ടുന്നതിന് മുമ്പ് കുറെ ആളുകളെ വെട്ടി സീറ്റ് കൊടുത്തില്ല. ശ്രദ്ധിച്ചല്ല, ജയിച്ചു വന്ന കുറെ പേര് മന്ത്രിയാക്കിയില്ല. ആപത്തിൽ ഈ രാധാകൃഷ്ണൻ മന്ത്രിയായതാണ്. അതുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൂടി അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടാണ്. രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ. നമ്മുടെ ഈ പെണ്ണുകുട്ടി പാർലമെന്റിൽ പോട്ടെ, രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ. ചേലക്കരക്കാരൊരു തീരുമാനം എടുത്താൽ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ. എന്തിനാ രാധാകൃഷ്ണൻ ഇപ്പൊ മാറ്റുന്നത്? എന്തിനാ മാറ്റുന്നത്? പിണറായി വിജയന് രാധാകൃഷ്ണനോട് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു രാധാകൃഷ്ണൻ ഇവിടെ തുടരും, മന്ത്രിയായി തുടരും. നമുക്ക് അസംബ്ലിയിൽ ചോദ്യമൊക്കെ ചോദിക്കാൻ വാങ്ങിക്കും. അത് അവിടെ ഇരിക്കട്ടെ. രമ്യ പാർലമെന്റിൽ പോയി ആ തീരുമാനം ആലത്തൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ എടുക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അതാണ് തീരുമാനം. അത് പിണറായി വിജയന്റെ മുഖത്ത് ഏൽക്കുന്ന ആഘാതമായിരിക്കും. ആഘാതം അതായിരിക്കും ഇവിടെ ജയിക്കുന്നത്. രാധാകൃഷ്ണന് കുഴപ്പവും വരില്ല. രാധാകൃഷ്ണൻ മന്ത്രിയെ തുടരും. മനസ്സിലായി? പിണറായി വിജയനെ ക്ഷീണം ഉണ്ടാവുക, രാധാകൃഷ്ണനല്ല ക്ഷീണം ഉണ്ടാവും. രമ്യ പാർലമെന്റിൽ പോവും. പാർലമെന്റിൽ പോയി നരേന്ദ്രമോദി ഭരണത്തെ അധികാരത്തിൽ നിന്നിറക്കാൻ കോൺഗ്രസിന് വേണ്ടി കൈയൊട്ടും, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൈയൊട്ടും. ഇവിടെ നമ്മൾ മത്സരിക്കുന്ന എന്തിനാ? നരേന്ദ്രമോദിയെ താഴെ ഇറക്കി അധികാരത്തിൽ വരാൻ അല്ലെ? CPM എന്തിനാ മത്സരിക്കണം? പ്രതിപക്ഷത്തിരിക്കാൻ. ആകെ 2 പേരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തമിഴ്നാട്ടിൽ. അത് നമ്മുടെ മുന്നണിയിലാണ്, DMK കോൺഗ്രസ് മുന്നണിയിലാണ്. അവർ 2 പേരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പോസ്റ്റ് ഒട്ടിച്ചു. അപ്പൊ എനിക്ക് പണ്ട് തമിഴ്നാട് ചാർജുള്ള അവരെന്നോട് വിളിച്ചു പോയത് CPM-ന്റെ 2 സ്ഥാനാർത്ഥികളെക്കാൾ പോസ്റ്റ് ഒട്ടിച്ചപ്പോ ആ പോസ്റ്ററിൽ വലിയ പടം രാഹുൽ ഗാന്ധിയുടെ പടമാണ്. രാഹുൽ ഗാന്ധിയുടെ പടമാണ്. അല്ലാതെ അവന്മാർക്കെല്ലാം ബുദ്ധിയുള്ളതല്ലേ? പിണറായി വിജയന്റെ പടം വെച്ചാൽ തമിഴ്നാട്ടിൽ വോട്ട് കിട്ടും, ഉള്ള വോട്ട് കൂടി പോകും. അവരും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച വോട്ട് പിടിക്കുന്നത് തമിഴ്നാട്ടിൽ. അവർ 2 പേരും ജയിച്ചു വരും, നമ്മുടെ മുന്നണിയില്ല. അതേ ഉണ്ടാവുള്ളൂ. ഇതും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നരേന്ദ്രമോദിയെ നേരിടും, ഫാസിസത്തെ എതിർക്കുന്നത്. ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇവര് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ച് മോഡിയെ സഹായിക്കുകയാണ്, അല്ലാതെ മോഡിയെ പേടിയാണ്.